ഹായ് ഫ്രണ്ട്സ്, 86 ക്രിയേഷൻസ് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ XXXL സൈസിലുള്ള ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ നോക്കുന്നത്. ഏകദേശം ഒരു 48 ചെസ്റ്റാണ് നമ്മളിന്ന് നോക്കുന്നത്. അന്നേരം ഒരു കാര്യം പറയട്ടെ, ഇതിപ്പോൾ ഈ ഒരു ഡിസൈൻ ഉള്ളത് കൊണ്ട് അടിവട്ടത്തിൽ ഇതേപോലൊരു പ്രിൻ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഇട്ടിട്ട് വെട്ടാനായിട്ട് ഈ തുണിയിൽ നിന്ന് പറ്റില്ല. അതായത് ഫ്രണ്ടും ബാക്കും ഒരേപോലെ ഇട്ട് വെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് സ്ലീവിന് തുണി ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തിട്ട് വെട്ടുകയാണ്. അപ്പോൾ ഏകദേശം സെൻറ്റർ കൊണ്ടാണല്ലോ ഇത് കിടക്കുന്നത്. എന്നിട്ട് ബാക്ക് സൈഡ് വെട്ടുമ്പോഴത്തേക്കും നമുക്ക് തുണി കറക്റ്റ് ചെയ്തിട്ടിട്ട് നമുക്കത് വെട്ടിയെടുക്കാനായിട്ട് പറ്റും. അല്ലാണ്ട് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്ലീവിന് തുണി തികയില്ല. ഇത് 4ആയിട്ട് തന്നെ മടക്കി ഇട്ട് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ തുണി മടക്കി ഇടുമ്പോഴത്തേക്കും നമ്മൾ 4ആയിട്ടാണ് നമ്മൾ മടക്കി ഇടുന്നത്. ഇപ്പം ഈ ഒരു ഡിസൈൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ചെയ്ത് വെട്ടുന്നത്. അല്ലാണ്ടുള്ള ടൈപ്പ് തുണിയൊക്കെ നമ്മൾ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു 2.5 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് തയ്ക്കാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വീതിയൊക്കെ ഉള്ള തുണിയാണെങ്കിൽ കുഴപ്പമില്ല. അല്ല 3 മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ജോയിൻറ്റ് ചെയ്യാണ്ട് തന്നെ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. ധാരാളമാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത് ഇങ്ങനെയാണ് കിടക്കുന്നത്. അപ്പോൾ ഇതുകൊണ്ട് ഞാൻ ബാക്ക് സൈഡ് ഇപ്പം വെട്ടുന്നില്ല. ഫ്രണ്ട് സൈഡിൻ്റെ കട്ടിങ്ങാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. അപ്പോൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്യുന്ന പോലെ തന്നെ രണ്ടും ഒന്ന് തന്നെയാണ്. അതിനകത്തൊരു വ്യത്യാസം വരുന്ന ഫ്രണ്ട് സൈഡ് നമ്മളൊന്ന് കിഴിച്ച് വെട്ടും. അപ്പോൾ ആ ഒരു ഇതില്ലാണ്ട് ബാക്ക് സൈഡിൻ്റെ കറക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ വെട്ടുന്നത്. എന്നിട്ട് നമ്മൾ ബാക്ക് സൈഡിൻ്റെ കറക്റ്റ് ചെയ്തിട്ട് നമ്മൾ വെച്ച് വരച്ചെടുത്ത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാക്ക് സൈഡിന് വെട്ടുമ്പോഴത്തേക്കും നമ്മൾ തുണി കറക്റ്റ് ചെയ്ത് നമ്മൾ ഇട്ടിട്ട് നമ്മുടെ ചെസ്റ്റിൻ്റെ അല്ലെങ്കിൽ ഹിപ്പിൻ്റെ റൗണ്ടിനനുസരിച്ച് നമ്മൾ കറക്റ്റ് ചെയ്തിട്ടിട്ട് നമ്മൾ ബാക്കിയുള്ള തുണി നമുക്ക് ധാരാളമായിട്ടുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ നമ്മൾ ആവശ്യത്തിന് നമ്മുടെ വീതിക്ക് നമ്മൾ ഇതേപോലെ നമ്മൾ തുണി ഇടുകയാണെങ്കിൽ പോലും കണ്ടല്ലോ, നമ്മുടെ സൈസ് ഇപ്പം നമ്മൾ ഹിപ്പ് റൗണ്ടിൻ്റെയൊക്കെ ഏകദേശം ഒരു കണക്കാക്കിയിട്ടായിരിക്കും നമ്മൾ തുണി മടക്കി ഇടുന്നത്. അങ്ങനെ മടക്കിയിടുമ്പോൾ നമുക്ക് ഒരുപാട് തുണി ലാഭിക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതേപോലെ നമ്മൾ മടക്കി ഇട്ട് കഴിയുമ്പോഴത്തേക്കും അങ്ങോട്ട് കിടക്കുന്ന തുണി കണ്ടല്ലോ, ധാരാളം കിടപ്പുണ്ട്. അപ്പോൾ ഈ തുണി വെച്ചിട്ട് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തുണി മടക്കുന്നത്. അപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്, ഞാൻ ഫ്രണ്ട് സൈഡ് മാത്രമായിട്ടാണ് ഇതിനകത്ത് കട്ട് ചെയ്യുന്നത്. അപ്പോൾ തുണി ഞാനിപ്പോൾ 2ആയിട്ടാണ്, നിങ്ങൾ പ്രിൻ്റ് അനുസരിച്ച് 4ആയിട്ട് മടക്കാൻ പറ്റുന്നതാണെങ്കിൽ 4ആയിട്ട് തന്നെ മടക്കിയിടുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം നമ്മളൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു ഡിസൈൻ കാരണമാണ് നമ്മുടെ അടിവട്ടത്ത് ഇങ്ങനൊരു ഡിസൈൻ ഉള്ളത് കൊണ്ടാണ് ഞാനിതിങ്ങനെ പറയുന്നത്. ഞാൻ ഫ്രണ്ട് മാത്രം സെപ്പറേറ്റ് ചെയ്തത്. അപ്പോൾ നമ്മൾ എടുക്കുന്നത് ഇപ്പോൾ ഒരു 48 ചെസ്റ്റിനാണ്. അപ്പോൾ 48 ചെസ്റ്റിനാകുമ്പോഴത്തേക്കും നമ്മൾ ഒരു 15 ഇഞ്ച് വീതിയിലാണ് നമ്മൾ തുണി മടക്കുന്നത്. എന്നിട്ട് തുണി 2ആയിട്ട് മടക്കി ഇടേണ്ട കേട്ടോ. ഇപ്പം ഞാൻ സെൻറ്റർ വെച്ചിട്ട് ഞാനിങ്ങനെ മടക്കിയതാണ്. നിങ്ങൾ മടക്കുമ്പോൾ ഒരു 15 ഇഞ്ച് വീതിയിൽ നമ്മൾ മടക്കിയാൽ മതി. എന്നിട്ട് 7 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ച് ഇവിടുന്ന് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. അതിൽ നമുക്ക് 3.5 ഇഞ്ച് വരെ നമുക്ക് നെക്ക് കൊടുക്കാം കേട്ടോ. നെക്കിൻ്റെ ഇറക്കമൊക്കെ നമുക്ക് ഓരോരുത്തരുടെയും ഇഷ്ടത്തിന് കൊടുക്കാം. എന്നിട്ട് ആം ഹോൾ എന്ന് പറയുന്നത് നമുക്ക് 7 ഇഞ്ച് തന്നെ നമുക്ക് താഴത്തോട്ട് വരച്ചാൽ മതി. ഇനി അത്യാവശ്യം നല്ല കൈക്കൊക്കെ നല്ല തടി ഉണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ 1/2 ഇഞ്ച് നമുക്ക് ഷോൾഡർ ജോയിൻ ചെയ്യുമ്പോഴത്തേക്കും അവിടെ നഷ്ടപ്പെടും. അതുകൊണ്ട് ഒരു 7.5 ഇഞ്ച് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത്രയും നമ്മൾ എടുത്താൽ മതി. പിന്നെ ഒരു 1.5 ഇഞ്ചിന് ഇവിടുന്ന് പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ കർവ് കൊടുക്കുക. എന്നിട്ട് ഈ ബാക്കിൻ്റെ ഇതിലാണ് നമ്മളിപ്പോൾ വരയ്ക്കുന്നത്. എന്നിട്ട് ഇതേപോലെ തന്നെ വെച്ചിട്ട് ബാക്കിൻ്റെ പീസ് വെട്ടി കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഫ്രണ്ട് ആം ഹോളിൻ്റെ ഇത് വരയ്ക്കുകയുള്ളൂ. അപ്പോൾ ഫ്രണ്ട് നമ്മൾ ബാക്കും കൂടെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫ്രണ്ടിൻ്റെ മാത്രം എടുത്തിട്ട് 1 ഇഞ്ചിന് നമ്മൾ ഇതേപോലെ പോയിൻ്റ് ചെയ്തിട്ട് ഒരു 1/4 ഇഞ്ച് നമ്മൾ കിഴിച്ചിട്ടാണ് നമ്മൾ വെട്ടുന്നത്. അപ്പോൾ ആം ഹോളിനെ പറ്റിയുള്ള ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരൊന്ന് കണ്ടു നോക്കണം. അപ്പോൾ അത് വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാവും, എളുപ്പമാണ്. എന്നിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇറക്കത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മൾ ടോട്ടൽ ഇറക്കം എടുക്കുമ്പോഴത്തേക്കും 2 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ കൂട്ടി എടുത്തിട്ട് വേണം ഇറക്കം എടുക്കാനായിട്ട്. ഇപ്പോൾ 40 ഇഞ്ചാണ് ഇറക്കമെങ്കിൽ നമ്മൾ 2 ഇഞ്ചും കൂടെ എക്സ്ട്രാ നമ്മൾ എടുത്തേക്കണം. ഇങ്ങനെയാണ് ഇറക്കം നോക്കുന്നത്. പിന്നെ നമ്മുടെ ചെസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ ചെസ്റ്റ് നമ്മൾ എത്രയാണോ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുക. ഇപ്പം നമ്മൾ ടൈറ്റായിട്ട് പിടിക്കുമ്പോഴത്തേക്കും നമുക്കൊരു 48 ഇഞ്ച് വന്നെങ്കിൽ നമ്മൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചോ 3 ഇഞ്ചോ 2 ഇഞ്ചും ഒരു 3 ഇഞ്ച് 4 ഇഞ്ചോളം എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് അതിൻ്റെ 4/1 എടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 1.5-2 ഇഞ്ചോളം നമുക്ക് കൊടുക്കാം. ഇപ്പം ഞാനിവിടെ ചെസ്റ്റിൻ്റെ ഇത് കൊടുക്കുന്നത്
14 ഇഞ്ചാണ് ഞാൻ, അതായത് 2 ഇഞ്ച് തയ്യൽ തുമ്പ് ഉൾപ്പെടെ ഞാൻ 14 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യണം, സ്ലിറ്റിൻ്റെ മാർക്ക് ചെയ്യണം. അപ്പോൾ ഷേപ്പ് ലെങ്ത് ഞാൻ 13.5 ഇഞ്ചാണ് ഞാൻ ഷേപ്പ് ലെങ്ത് മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഷോൾഡറിന് നമ്മൾ വരച്ച ആ വരയിൽ നിന്ന് താഴത്തേക്ക് 13.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. 14 ഇഞ്ച് വരെ നമുക്ക് മാർക്ക് ചെയ്യാം കേട്ടോ. പിന്നെ സ്ലിറ്റ് ഞാൻ 22 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ കയറിയൊക്കെ സ്ലിറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ച് ഇപ്പം നമ്മുടെ ഹൈറ്റൊക്കെ അനുസരിച്ച് നമുക്ക് സ്ലിറ്റിന് വ്യത്യാസം വരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈറ്റ് എത്ര വേണം, നമുക്ക് സ്ലിറ്റ് കുറച്ച് കയറിയിരിക്കണോ ഇറങ്ങിയിരിക്കണോ അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ ഇവിടെ 22 ഇഞ്ചാണ് ഞാൻ സ്ലിറ്റിന് വെക്കുന്നത്. പിന്നെ നമ്മൾ വരുമ്പോഴത്തേക്കും ഷേപ്പ് റൗണ്ട് എല്ലാം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് 2 ഇഞ്ച് സീം അലവൻസും കൂടെ കൊടുത്തിട്ട് 10 ഇഞ്ച് അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് 12 ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് സ്ലിറ്റിൻ്റെ വരുമ്പോഴത്തേക്കും ഞാൻ അവിടെ 13.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ വണ്ണമായിട്ട് സീം അലവൻസ് 1 ഇഞ്ചാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 12.5ക്ക് 1 ഇഞ്ചും കൂടെ കൂട്ടിയിട്ട് 13.5 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ ആ ജോയിൻ്റ് എല്ലാം കൂടെ ഒന്ന്, അതായത് ആ പോയിൻ്റ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് അടിവട്ടത്തിലേക്ക് പോകാം. അടിവട്ടം നമുക്ക് ഏകദേശം നമ്മുടെ സ്ലിറ്റിന് നമ്മൾ 12.5 ഇഞ്ചാണ് എടുത്തത്. അപ്പോൾ ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് വരെ നമുക്ക് എക്സ്ട്രാ കൂടുതൽ കൊടുക്കാം. അപ്പോൾ ഒരു 13.5 വരെയൊക്കെ എടുക്കാം. അപ്പോൾ നമ്മുടെ ഇഷ്ടമാണ്. ഇനി എ ലൈൻ വേണമെങ്കിൽ നമുക്ക് അത്ര കുറച്ചെടുക്കാം. സ്ലിറ്റിൻ്റെ അടിവട്ടത്തെ വീതിയൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാൻ നല്ല വീതിയിൽ തന്നെ അവിടെയുള്ള ആ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാനതങ്ങ് എടുത്തേക്കുവാണ്. അപ്പോൾ നമ്മുടെ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് അടിവട്ടത്തേക്കുള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് നമ്മളൊരു സ്കെയിൽ വെച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ വരച്ചെടുക്കണം. എന്നിട്ടത് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് നമുക്കൊരു 3.5 ഇഞ്ച് വീതിയിൽ നമുക്ക് എടുക്കാം. നെക്കിൻ്റെ ഇറക്കമൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നെക്ക് ഇവിടെ പ്രത്യേകിച്ച് വരച്ച് കാണിച്ച് തരുന്നില്ല. അപ്പോൾ ഇത്രയും ആകുമ്പോൾ തന്നെ നമ്മുടെ ഫുള്ള് ചുരിദാറിൻ്റെ കട്ടിങ്, അതായത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടെല്ലാം പറഞ്ഞു തന്നു. ഇനിയിപ്പോൾ ഇതേ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ബാക്ക് സൈഡിൻ്റെ രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ബാക്ക് സൈഡിൻ്റെ അതേ ഇതിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ആം ഹോളിൻ്റെ നമ്മളൊന്ന് കറക്റ്റ് ചെയ്തിട്ട് ഒന്ന് കിഴിച്ചൊന്ന് വെട്ടണം. ഒരു ഇഞ്ചിന് നമ്മൾ വരച്ചിട്ട് ഒരു 1/4 ഇഞ്ചോളം ഔട്ട് ചെയ്തിട്ട് നമ്മൾ വരയ്ക്കണം. അപ്പോൾ ബാക്ക് സൈഡിൻ്റെ വരുമ്പോഴത്തേക്കും ഇതേപോലെ നമ്മൾ ചെറിയ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ തുണി ഇടുക. അപ്പോൾ ഇതേപോലെ ബാക്കിൻ്റെ തുണി നമ്മൾ കറക്റ്റ് വീതിയിൽ, അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് അറിയാമല്ലോ ആ ഒരു വീതിയിൽ തന്നെ നമ്മൾ തുണി മടക്കിയിട്ടിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനായിട്ടുള്ളത്, ഇവിടെ ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇറക്കം എടുക്കുന്നുണ്ട്. ഫ്രണ്ട് സൈഡിൽ എനിക്ക് എന്താ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എനിക്ക് നല്ല ഫിനിഷിങ്ങോട് കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഫ്രണ്ടിൽ 1/2 ഇഞ്ച് ഞാൻ ഇറക്കം എക്സ്ട്രാ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാതിരുന്നതാണ്. ബിഗിനേഴ്സ് ആകുമ്പോഴത്തേക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് പറയാതിരുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്കും ഞാനൊരു 2 ഇഞ്ച് എക്സ്ട്രാ ഞാൻ ഇറക്കം കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇതിപ്പം മടക്കി അടിച്ച് വരുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കട്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.